കേരള മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇഡിയും സിബിഐയും ചോദ്യം ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അക്കാര്യം ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കണ്ണൂരിൽ നടന്ന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ളതാണ് രാജ്യത്തെ ഇഡിയും സിബിഐയും. ഇതിനെ പിടിച്ചെടുക്കുക വഴി ജനാധിപത്യത്തെ തകർക്കുകയാണ് BJP ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു ഭാഷ, ഒരു ചരിത്രം എന്നിവ അടിച്ചേൽപ്പിക്കാൻ BJP ശ്രമിക്കുന്നു. ഇതിലൂടെ രാജ്യത്തെ ഓരോരുത്തരെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. മലയാളം എന്നത് വെറും ഒരു ഭാഷ മാത്രമല്ല. കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിലെയും ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്ത് 1 ലക്ഷം ഒരു വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ഉറപ്പാക്കും. അംഗനവാടി ആശാപ്രവർത്തകർക്കും ശമ്പളം കൂട്ടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. By using the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നതിലൂടെ CBI, EDയും മറ്റും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ നശിപ്പിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു സംശയം, ഇത്രയും കാര്യങ്ങൾ BJP എതിർക്കുമ്പോൾ എനിക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എന്റെ ഒരു സംശയം, എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം എടുത്തുകൊണ്ട് പോകാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ആരും കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് EDയും CBI ഒന്നും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്തത്? ഈ രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കാത്തത്? 30 ലക്ഷം സർക്കാർ ജോലികൾ രാജ്യത്തുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ ജോലികൾ പൂർണ്ണമായും റദ്ദാക്കി സ്ഥിര നിയമനം കൊണ്ടുവരും. ഓരോ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്നതിന് നിയമം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി K. സുധാകരൻ, കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സംബന്ധിച്ചു.